ചന്ദ്രനിൽ സ്ഥിരതാമസം $20 ബില്യൺ പദ്ധതിയുമായി നാസ. വാഷിംഗ്ടണ്. ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രനിൽ ഒരു സ്ഥിരം മനുഷ്യവാസം സാധ്യമാക്കുന്നതിനായുള്ള വിപ്ലവകരമായ പദ്ധതികളുമായി അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ. ചന്ദ്രനെ വിജയകരമായി ഭ്രമണം ചെയ്ത് മടങ്ങിയെത്തിയ ദൗത്യങ്ങൾക്ക് പിന്നാലെ അവിടെ ഒരു സ്ഥിരം ബേസ് സ്ഥാപിക്കാനാണ് നാസയുടെ തീരുമാനം. ഇതിനായി 3 പുതിയ ചന്ദ്രദൗത്യങ്ങളും $20 ബില്യൺ വൻ പദ്ധതികളും നാസ അഡ്മിനിസ്ട്രേറ്റർ ജാരെക് ആസ്റ്റ്മാൻ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. അപകടങ്ങൾ നിറഞ്ഞ ചന്ദ്ര അന്തരീക്ഷം ജീവിക്കാനും പരീക്ഷണങ്ങൾ നടത്താനുമായി റോവറുകളും ഡ്രോണുകളും അടക്കമുള്ള ആധുനിക സജ്ജീകരണങ്ങൾ ഈ ബേസിൽ ഉണ്ടായിരിക്കും. ഇതിന്റെ ആദ്യ പടിയായി 2028ഓടെ ബഹിരാകാശ സഞ്ചാരികളെ ചന്ദ്രനിലെത്തിക്കാനാണ് നാസയുടെ ലക്ഷ്യം. ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രനിൽ ഒരു സ്ഥിരം മനുഷ്യവാസം സാധ്യമാക്കുന്നതിനായുള്ള വിപ്ലവകരമായ പദ്ധതികളുമായി അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ. ചന്ദ്രനെ വിജയകരമായി ഭ്രമണം ചെയ്ത് മടങ്ങിയെത്തിയ ദൗത്യങ്ങൾക്ക് പിന്നാലെ അവിടെ ഒരു സ്ഥിരം ബേസ് സ്ഥാപിക്കാനാണ് നാസയുടെ തീരുമാനം. ഇതിനായി 3 പുതിയ ചന്ദ്രദൗത്യങ്ങളും $20 ബില്യൺ വൻ പദ്ധതികളും നാസ അഡ്മിനിസ്ട്രേറ്റർ ജാരെക് ആസ്റ്റ്മാൻ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. അപകടങ്ങൾ നിറഞ്ഞ ചന്ദ്ര അന്തരീക്ഷം ജീവിക്കാനും പരീക്ഷണങ്ങൾ നടത്താനുമായി റോവറുകളും ഡ്രോണുകളും അടക്കമുള്ള ആധുനിക സജ്ജീകരണങ്ങൾ ഈ ബേസിൽ ഉണ്ടായിരിക്കും. ഇതിന്റെ ആദ്യ പടിയായി 2028ഓടെ ബഹിരാകാശ സഞ്ചാരികളെ ചന്ദ്രനിലെത്തിക്കാനാണ് നാസയുടെ ലക്ഷ്യം.